കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനം. വിശ്വാസത്തിന്റെ ശക്തി. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കർഷകൻ വർഷങ്ങളായി മഴയ്ക്കായി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു ദിവസം ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് മഴയ്ക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തുവാൻ തീരുമാനിച്ചു. എല്ലാവരും ദേവാലയത്തിലെത്തി. എന്നാൽ ഒരു ചെറിയ കുട്ടി മാത്രം ഒരു കുടയുമായി വന്നു. അത് കണ്ടവർ ചോദിച്ചു, ഇന്ന് മഴ പെയ്യുമെന്ന് ഉറപ്പാണോ? കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാം ദൈവത്തോട് മഴയ്ക്കായി പ്രാർത്ഥിക്കുകയല്ലേ, അപ്പോൾ മഴ പെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കുട കൊണ്ടുവന്നത്. ആ ദിവസത്തെ സായാഹ്നത്തിൽ മഴ പെയ്തു. ആ കുട്ടിയുടെ വിശ്വാസം എല്ലാവർക്കും ഒരു വലിയ പാഠമായി. ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന വചന സന്ദേശം എന്ന് പറയുന്നത്, യേശു ഫലം കായ്ക്കാത്ത അത്തിമരത്തെ കണ്ടപ്പോൾ അത് വാടിപ്പോകുമെന്ന് പറഞ്ഞു. ഉടനെ അത് വാടിപ്പോയി. തുടർന്ന് ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ച് സംശയിക്കാതെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഈ വചനം നമുക്ക് 4 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. 1, ഫലം കായ്ക്കുന്ന ജീവിതം നയിക്കണം. 2, വാക്കുകളിൽ മാത്രമല്ല സ്നേഹത്തിലും കരുണയിലും സേവനത്തിലും ഫലം ഉണ്ടാകണം. 3, പ്രാർത്ഥനയിൽ വിശ്വാസം വേണം. 4, ദൈവം കേൾക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 5, സംശയത്തെക്കാൾ വിശ്വാസം ശക്തമാണ്. 6, വിശ്വാസം മലകളെ പോലും മാറ്റാൻ കഴിയുമെന്ന് യേശു പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെടാം. എന്നാൽ ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയിൽ പൂർണ്ണ വിശ്വാസം വയ്ക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഫലം കായ്ക്കുന്ന ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ. സംശയങ്ങളെ മാറ്റി ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിന് സാക്ഷിയാകട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ